ഡിസംബർ ഒരോർമ്മ. ശാരദ ടീച്ചർ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപികയായിരുന്നു. ജീവിതത്തിലെ തിരക്കുകളൊഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുകയാണവർ. മക്കൾ രണ്ടും വിദേശത്ത്. ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ ഒറ്റപ്പെട്ടു പോയ ടീച്ചർക്ക് തൻ്റെ ജീവിതത്തിലെ കുറേ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് കൂട്ടിന്. ഓരോ ഡിസംബർ മാസവും ശാരദ ടീച്ചർ ആ ഗതകാല സ്മരണയിലേക്ക് പോകും. ആ ഓർമ്മകൾ ടീച്ചറെ എപ്പോഴും കാർന്നു തിന്നും. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു ഡിസംബർ മാസം. മാധവേട്ടൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മാസം. കോടമഞ്ഞും മരം കൊച്ചുന്ന തണുപ്പും ആ കൊച്ചുകുടിലിലെ താമസവും തനിക്ക് മറക്കാനാവില്ല. മാധവേട്ടൻ മുൻകോപിയും ദുശാഠ്യക്കാരനും തികഞ്ഞ മദ്യപാനിയുമായിരുന്നു. തൻ്റെ കഷ്ടപ്പാടുകൾ അയാൾ ഒട്ടും മനസ്സിലാക്കിയിരുന്നില്ല. സ്കൂളിലെ ജോലികൾക്കിടയിൽ 7 അംഗങ്ങളടങ്ങുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ കൂടിയാവുമ്പോൾ താൻ പലപ്പോഴും തളർന്നു പോവാറുണ്ടായിരുന്നു. അതൊന്നും അയാൾക്കൊരു പ്രശ്നമായിരുന്നില്ല. രാവും പകലും മദ്യലഹരിയിലായിരുന്നു അയാൾ. കൂടെ അയാൾ പറയുമായിരുന്നു, പെണ്ണുങ്ങളായാൽ ഇഴഞ്ഞും വലിഞ്ഞും നടന്ന് ജോലികൾ ചെയ്യണമെടി എന്ന്. അയാളുടെ പീഡനങ്ങൾ സഹിക്കാവയ്യാതായപ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും തൻ്റെ വയറ്റിൽ ഒരു ജീവൻ്റെ തുടിപ്പ് ഉദയം കൊണ്ടു. പിന്നെ ഒരു പെണ്ണിന് എന്ത് ചെയ്യാനാവും? അപ്പനില്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ താൻ വിവാഹമോചനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങുകയായിരുന്നു. നീണ്ട വർഷങ്ങളുടെ സഹനം, അത് പിന്നെ തനിക്കൊരു ശീലമായിപ്പോയി. പൊടുന്നനെ ഏലിയാമ്മ ചേട്ടത്തിയുടെ നീട്ടിയുള്ള വിളി കേട്ട് ശാരദ ടീച്ചർ ഓർമ്മയിൽ നിന്നും ഉണർന്നു.